വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഞായറാഴ്ചയാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ കട്ടൻ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഇനി അമ്മമ്മേൻ്റെ വീട്ടിൽ പോകണം. അമ്മമ്മേൻ്റെ വീട്ടിൽ തെയ്യോ വെള്ളാട്ടോ എന്തെല്ലോ പരിപാടിയുണ്ട്. അപ്പം അതിന് പോകാനാണ് ഞാൻ നേരത്തെ എണീച്ചത്. ഞങ്ങൾ പോകാൻ കഴിഞ്ഞു, ഒരുങ്ങി റെഡിയായി. അപ്പം നമ്മൾ ഇറങ്ങി ഗൈസ്. ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വെള്ളാട്ടം, അതിനുശേഷം എന്തോ ഇങ്ങനെ അച്ഛൻ മരിച്ചിട്ട് 10 കൊല്ലമായി. ആ സമയത്ത് എന്തോ ചടങ്ങ് നടത്തി, എന്തോ കൂളിയോ അങ്ങനെ എന്തെല്ലോ പറയും ഗൈസ്. എന്തോ ആത്മാവ് വരുത്തോ എനിക്കറിയില്ല എന്താന്ന്. അപ്പോൾ പോയിട്ട് കാണാം ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. എന്തോ കൂളി എന്തെല്ലോ ചടങ്ങ് പറയുന്നേക്കാം, എന്നാന്ന് എനിക്കറിയില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ 8:30 ഒരു ബസ് ഉണ്ട്. പക്ഷേ അത് എത്തണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് വേറൊരു ബസ് മേടിച്ചു വേണം. അപ്പോൾ അത് കിട്ടണം. അപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ കിട്ടുന്ന ബസ്സിന് കയറാമെന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ അങ്ങനെ നടക്കുവാണ്. ചേട്ടൻ്റെ വണ്ടി ഓടിക്കണമെന്ന്. ഞങ്ങളിങ്ങനെ ബ്രദർ കൊണ്ടുപോയിട്ട് ഒരു വണ്ടി അപ്പാട് നിർത്തി ഓണടിച്ച് നമ്മൾ ഓടി കയറി. ബസ് 9 മണിക്കാണ്. നമ്മളൊരു 8:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തി. അതുകൊണ്ട് നമ്മൾ മേലെ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് എല്ലാ ബസ് നിർത്തിയിടുന്നതിന് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ATM പോയി കുറച്ച് പൈസ എടുക്കാണ്ടേനു. അപ്പോൾ ATM വന്നു. പിന്നെ പൈസയൊക്കെ എടുത്തു. നമ്മളിനി ബസ് കയറാൻ വേണ്ടി പോവാണ്. വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് പോകുമല്ലേ. വീഡിയോ എടുക്കുന്നത് പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ ബസ് ഇറങ്ങി എന്നിട്ട് താഴേക്ക് ഇച്ചിരി നടക്കാനുണ്ട്. അപ്പോൾ താഴേക്ക് നടന്നു പോവുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടെ. ഞാനും എൻ്റെ കസിനും ഉണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങളെല്ലാം കണ്ടിട്ട് കുറേ വർഷങ്ങളായി. എല്ലാവരും ആർക്കും നമ്മളെ അങ്ങനെ അറിയില്ല. അപ്പോൾ അമ്മമാർ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കലായിരുന്നു. നമ്മൾ ഇന്ന് ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം വെള്ളാട്ടത്തിനുള്ള എന്തെല്ലോ ഒരു മാലയെല്ലാം കിട്ടുന്നുണ്ട്. പോയ സൈഡ് സെറ്റാകുമോ? അതെനിക്കറിയില്ല. നമ്മളിപ്പോൾ കടയിൽ എന്തോ സാധനം മേടിക്കാൻ പോകുന്നതാണ്. പിന്നെ ഇവിടെ എന്തെല്ലോ പരിപാടിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കസിൻസ് എല്ലാവരും ചേട്ടന്മാരെല്ലാവരും കൂടെ താഴെ പറമ്പിലേക്കെല്ലാം പോയി. കുറേ മാങ്ങയെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയെല്ലാം ഞാൻ പറിച്ച് തിന്നുവാണ്. നല്ല മാങ്ങ. എന്താ പറയുക, മൂവാണ്ട മാങ്ങയോ എന്താ പറയും. നമ്മളിങ്ങനെ നടക്കുവാണ് സുഹൃത്തുക്കളെ. തണ്ണിമത്തനുണ്ടോ ഇവിടെ? ഇതാ റോഡ് സൈഡ് താഴെ ഫുൾ സാപ്പാടാണല്ലോ. ഇവർക്ക് യൂട്യൂബിലുള്ള വകുപ്പായി. സത്യം. അയ്യോ കേടായി പോയി ഗൈസ്. പൊട്ടി ഉണക്ക്. നല്ല ഫ്രഷ് സാധനം. ഞാൻ എടുക്കട്ടെ. ഒന്ന് നടന്നേ, ഞാൻ ഫുള്ളും കുറിക്കുന്നുണ്ട്. പിന്നെ തെയ്യം തുടങ്ങാനാകുമ്പോഴത്തേക്കും വെള്ളാട്ടം തുടങ്ങാനാകുമ്പോഴത്തേക്കും ഞങ്ങൾ മേലെ തിരിച്ചെത്തിയപ്പോഴത്തേക്കും നല്ലപോലെ ക്ഷീണിച്ച്. ഞാൻ ചെറുപ്പത്തിലെങ്ങാണ്ട് വെള്ളാട്ടം കണ്ടതാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് ഒരു അറിവായപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്നൊക്കെ കാണുന്നത്. പക്ഷെ നല്ല കണ്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയേണ്ടത് എനിക്കറിയില്ല, അടിപൊളിയായിരുന്നു. ഇത് ഒരു രക്ഷയില്ല ഗൈസ്, നല്ല രസമുണ്ട്. പിന്നെ അതിന് ശേഷം തെയ്യത്തിന് നേർച്ച കൊടുക്കാമായിരുന്നു. പിന്നെ ഞാൻ നേർച്ചയെല്ലാം കൊടുത്തു.
തെയ്യത്തെ പറ്റി എനിക്ക് വലിയൊരു പിടുത്തമില്ല. ഇതെന്തോ കാരണവന്മാരെ കെട്ടിക്കലോ അങ്ങനെ എന്തോ പറയും. ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെയ്യം ഇങ്ങനെ ഇരിക്കും. തെയ്യം എന്നാന്ന് തോന്നുന്നു പറയും, എനിക്കറിയില്ല. ഇപ്പം കിട്ടിയ കേസ് എന്തോ പേന കെട്ടൽ അങ്ങനെ എന്തോ കണ്ടാണ് ഇതിൻ്റെ പേര്. അപ്പം ഇങ്ങനെ ഇങ്ങനെ തെറിച്ച് വീഴുമ്പോൾ അത് പേന പിടിച്ചു എന്ന് ഇങ്ങനെ പറയും. തെയ്യം ഇങ്ങനെ ഇരുന്നിട്ട് ഒരു അരി പോലെ ഇങ്ങനെ എന്തോ എന്തോ തളിക അങ്ങനെ എന്തോ പിടിക്കും, അതിനകത്ത് അരി ഉണ്ടാവും. എന്നിട്ട് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആർക്ക് വേണമെങ്കിൽ പോയിട്ട് നിൽക്കാം, 3 പേരിങ്ങനെ നിൽക്കും കണ്ട. എന്നിട്ട് ഇങ്ങനെ തെയ്യം ഇങ്ങനെ പെട്ട് ഇങ്ങനെ അരി ഇങ്ങനെ ആട്ടും. എൻ്റെ അമ്മ, അമ്മേൻ്റെ ചേച്ചി, മാമൻ ഇവരൊക്കെയാണ് നിന്നത്. എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും ഞെട്ടി ഇങ്ങനെ ഇങ്ങനെ തെറിച്ച് വീഴുമ്പോൾ തായച്ചൻ്റെ ആത്മാവ് ഇങ്ങനെ ആരുടെ മേത്താണ് അങ്ങനെ ഇഷ്ടമുള്ളവരുടെ മേത്ത് കയറും. എന്നിട്ട് തായച്ചന് പറയാനുള്ള എന്താണ് അതിങ്ങനെ പറയും. അതാണ് സംഭവം. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയാണെന്ന് തോന്നുന്നു പറയാൻ തോന്നുന്നു, എനിക്കറിയില്ല. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്നിട്ട് നമ്മൾ പിന്നെ ഒന്നുമില്ല. എനിക്ക് ഈ ചടങ്ങിനെ പറ്റി പ്രത്യേകിച്ചൊന്നും അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാനിനി പറയാൻ പോകുന്നത്. ബാക്കി ഞാൻ പേന വന്ന ആളെ ഇതൊന്നും ഞാൻ പിന്നെ എടുക്കാൻ നിന്നില്ല. പിന്നെ ഞാൻ അതും കണ്ട് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പരിപാടി പിന്നെ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ഞാൻ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനങ്ങനെ വീട്ടിലെത്തി. ഇനി ഞാൻ സാധനങ്ങളെല്ലാം വേഗം എടുക്കുകയാണ്. ഇത്രയും മാങ്ങ പെറുക്കിയിട്ടിനാ ദൈവമേ, കുറേ മാങ്ങ പെറുക്കിയിട്ടെന്ന് തോന്നുന്നു ഞാൻ. ഞാൻ ഇത്രയും മാങ്ങ പെറുക്കിയിട്ടോ അവിടുന്ന്. നമ്മൾ ഞാൻ 2 വെള്ളയപ്പം, മുട്ടക്കറി, പിന്നെ ഒരു പത്തലിന് പകുതി, പിന്നെ ഒരു ചാറ്. ഇതാണ് കടയിൽ നിന്ന് മേടിച്ചത്. നല്ല രസമുണ്ട് തിന്നാൻ. നല്ല പത്തല് പൊരിപൊരിന്ന് ഇരിക്കുന്നത്. മുട്ടക്കറി നല്ല രസമുണ്ട് ഗൈസ്, അടിപൊളി സാധനം. ഞങ്ങളൊരു പൂച്ച ചത്തുപോയി ഗൈസ്. എന്നിട്ട് ഞാൻ അതിനെ കുഴിച്ചിട്ടു. കുളിയെല്ലാം കഴിഞ്ഞ് ഇനി ഒരു സിനിമക്ക് പോകണം, വാഴ കാണാനുണ്ട്. വാഴ കാണാൻ വേണ്ടി പോകണം. ഒരു ഗ്ലാസ് കൂടി ചായയും കൂടി കുടിച്ചു ഞാനിപ്പോൾ. അപ്പോൾ കാണാം ഗൈസ്. നമ്മളിനി വാഴ 3 കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് അവിടെ വരുന്നുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റക്കാണ്. അപ്പോൾ ഇനി സിനിമക്ക് പോകണം ഗൈസ്. 12:45 ഷോ ആണ്. ഇപ്പം 11:30 കഴിഞ്ഞു. ഓട്ടോയ്ക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞവർ. അങ്ങനെ മൂവിയെല്ലാം കണ്ടിറങ്ങി, ഫുഡെല്ലാം കഴിച്ചായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള ബസ് കയറി. അപ്പോൾ മൂവി അടിപൊളി മൂവിയാണ്, നല്ല രസമുണ്ട്, നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഗൈസ് ഞാനങ്ങനെ വീട്ടിലെത്തി. ഒരു ചായ കുടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നല്ല ചൂട് ചായയും കുടിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ഗായ്സ്.